നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ സുമിയോട് പറയാതെയാണോ ഗിരി ഇന്നലെ ഇവിടെ താമസിച്ചത്? അവളോട് പറയാൻ വിട്ടുപോയി. അതെന്ത് വർത്താനാടാ നീ പറയുന്നത്? രാത്രി നീ വരുന്നതും കാത്ത് അവൾ അവിടെ ഇരിക്കില്ലേ? ചെല്ലുന്നില്ലെങ്കിൽ നേരത്തെ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സുമിയോട് പിണങ്ങിട്ടാണോ നീ ഇന്നലെ ഇവിടെ വന്നത്? ഇതെന്താ, നീ ഒന്നും കഴിച്ചില്ലല്ലോടാ. എന്താ നീ മതിയാക്കിയത്? മതിയായി അമ്മേ. ഞാൻ സുമിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണോ നീ കഴിക്കാതെ എഴുന്നേറ്റത്? ഞാനും സുമിയും തമ്മിൽ അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും. സുമി പറയുന്ന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളല്ലേ ഞാൻ. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമേ? നേരം വൈകി, ഞാൻ പോയിട്ട് വരാം. ഏട്ടനെവിടമ്മേ? അവൻ പോയി. പോയെന്നോ? കഴിച്ചു കഴിഞ്ഞ് ആസ്വദിച്ചിരുന്നൊരു ചായ കുടിക്കുന്നത് പതിവുള്ളതായിരുന്നല്ലോ. നമ്മള് സുമിയെ കുറിച്ച് ചോദിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അവൻ പറഞ്ഞത്. അത് വെറുതെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, അവര് തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അത് സുമി ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പതാ അത് ചോദിച്ചപ്പോ ഒന്നും കഴിക്കാതെ ഗിരിയേട്ടൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ രണ്ടുപേരോട് സംസാരിച്ച് അത് പരിഹരിക്കാൻ നോക്കണം. നന്ദു, ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? എന്താ ചേച്ചി? ആ ATM കാർഡ് തിരിച്ചു കൊടുത്തോന്ന്? അതാണോ? ഇല്ല, കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത്ര തന്നെ. ചേച്ചി, ഒന്നാമത് ഞാൻ ഇള്ളക്കുട്ടിയല്ല. എന്റെ കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഇപ്പൊ എനിക്കുണ്ട്. ചേച്ചിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന അനിയത്തിക്കാലം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉപദേശത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനിപ്പോ എനിക്കൊരു ഭർത്താവുണ്ട്. ചേച്ചി ബുദ്ധിമുട്ടണമെന്നില്ല. നന്ദു, നിനക്ക് എന്താ പറ്റിയത്? മോളെ, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ സംസാരത്തിന് ഇപ്പൊ എന്താ ചേച്ചി കുഴപ്പം? ചേച്ചിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ വരാറുണ്ടോ? പിന്നെ എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കടിഞ്ഞാണ്ട് ഇടാൻ വരുന്നത്? മോളെ, നീ അബദ്ധങ്ങളെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിട്ടാ. നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ചേച്ചി ഓരോന്നൊക്കെ പറയുന്നേ. ഓ, വലിയ സന്തോഷം. പക്ഷെ ഇനിയിപ്പോ അത് വേണ്ട. എന്റെ ലൈഫ് എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിച്ചോട്ടെ ചേച്ചി, പ്ലീസ്. ഇനിയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കാൻ വരല്ലേ. എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.